ഹായ് ഓൾ, വെൽക്കം ടു iPlus ട്രെയിനിങ് സൊല്യൂഷൻസ്. ഞാൻ ആര്യ. അപ്പോൾ ഇന്ന് ഞാൻ എത്തിയിരിക്കുന്നത് നമ്മുടെ കേറ്ററ്റ് എക്സാം കാറ്റഗറി 1ന്റെ എക്സാം കഴിഞ്ഞു. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട് EVSന്റെ ക്വസ്റ്റ്യൻ നമ്പർ 61 മുതൽ 90 വരെയാണ് നമുക്ക് EVSന്റെ ചോദ്യങ്ങൾ എന്ന് പറയുന്നത്. അപ്പൊ അതിന്റെ ഒരു ടെന്റേറ്റീവ് ആൻസർ കീയുമായിട്ടാണ്. അപ്പൊ നമ്മൾ എത്രയും വേഗം തന്നെ ഒരു ആൻസർ കീ പ്രിപ്പയർ ചെയ്തതാണ്. അപ്പോൾ ചിലപ്പോൾ ഒറിജിനൽ ആൻസർ കീ വരുമ്പോൾ ചില വ്യത്യാസങ്ങളൊക്കെ വരാം. അങ്ങനെ എന്തെങ്കിലും വ്യത്യാസങ്ങൾ ഉണ്ടെങ്കിൽ ഉറപ്പായിട്ട് തന്നെ ഈ വീഡിയോയുടെ താഴെ നമ്മളത് പിൻ ചെയ്ത് വെക്കുന്നതാണ്. അപ്പൊ ഇപ്പൊ നമുക്ക് ആൻസർ കീ നോക്കാം. ഓക്കെ, ക്വസ്റ്റ്യൻ നമ്പർ 61. അന്തരീക്ഷ വായുവിലെ വിവിധ ഘടകങ്ങളുടെ അനുപാതം ചിത്രീകരിക്കുവാൻ ഏറ്റവും അനുയോജ്യമായ ഗ്രാഫിക് എയ്ഡ് ഏതാണെന്നാണ് ചോദ്യം. ഫ്ലോ ചാർട്ട്, പൈ ചാർട്ട്, ട്രീ ചാർട്ട്, സൈക്കിൾ ചാർട്ട്. ഉത്തരം വരുന്നത് പൈ ചാർട്ട് ആണ്. ഓപ്ഷൻ ബി, പൈ ചാർട്ട്. ഓക്കെ, ക്വസ്റ്റ്യൻ നമ്പർ 62. താഴെ പറയുന്നവയിൽ വായുവിന്റെ സവിശേഷത അല്ലാത്തത് ഏത് എന്നാണ് ചോദ്യം. ഭാരമുണ്ട്, സ്ഥിതി ചെയ്യാൻ സ്ഥലം ആവശ്യമുണ്ട്, ചൂടാക്കുമ്പോൾ വികസിക്കുന്നു, ഒരു സംയുക്തമാണ്. ആൻസർ വരുന്നത് ഏതാണ്? ഓപ്ഷൻ ഡി, ഒരു സംയുക്തമാണ്. ഓക്കെ, ക്വസ്റ്റ്യൻ നമ്പർ 63 വരുന്നത് പ്രഥമ ശുശ്രൂഷയിൽ പെടാത്തത് ഏത്? രക്തം നൽകൽ, സ്പ്ലിന്റ് ഇടൽ, കൃത്രിമ ശ്വാസം നൽകൽ, CPR നൽകൽ. പ്രഥമ ശുശ്രൂഷയിൽ വരാത്തത് ഏതാണ്? ഓപ്ഷൻ എ, രക്തം നൽകലാണ്. അടുത്ത ക്വസ്റ്റ്യൻ നമ്പർ 64. താഴെ പറയുന്ന പ്രത്യേകതകൾ ഉള്ള ഗ്രഹം. ഉപഗ്രഹങ്ങളില്ല, സൂര്യനോട് അടുത്ത ഗ്രഹം, സൗരയൂഥത്തിലെ ഏറ്റവും ചെറിയ ഗ്രഹം. അപ്പൊ 3 സ്റ്റേറ്റ്മെന്റ്സ് തന്നിട്ടുണ്ട്. അതിൽ നിന്ന് ഏത് ഗ്രഹമാണെന്ന് നമ്മൾ ഐഡന്റിഫൈ ചെയ്യണം. ഏതാണ് വരുന്നത്? ഓപ്ഷൻസ് ബുധൻ, നെപ്റ്റ്യൂൺ, യുറാനസ്, ശുക്രൻ. ബുധനാണ് കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത്. ഓക്കെ, ക്വസ്റ്റ്യൻ നമ്പർ 65. ജീവികളുടെ ചലന അവയവങ്ങളുടെ ബന്ധപ്പെട്ട് ശരിയായ ജോഡി ഏത്? അപ്പം 4 ജീവികൾ കൊടുത്തിട്ടുണ്ട്, അവയുടെ ചലന അവയവങ്ങളും കൊടുത്തിട്ടുണ്ട്. അതിൽ ശരിയായ ജോഡിയാണ് ചോദിച്ചിരിക്കുന്നത്. പാരമീസിയം ടെന്റിക്കിൾ, യുഗ്ലിന ഫ്ലജല്ലം, അമീബ, സീലിയ, ഹൈഡ്ര, കപടപാദങ്ങൾ. അതിൽ ശരിയായ ജോഡി എന്ന് പറയുന്നത് ഓപ്ഷൻ ബി ആണ്, യുഗ്ലിന ഫ്ലജല്ലം. ഓക്കെ, അടുത്തത് 66-ാമത്തെ ചോദ്യം. തെറ്റായ ജോഡി ഏത്? ഖാൻ അബ്ദുൾ ഗാഫർ ഖാൻ അതിർത്തി ഗാന്ധി, ബാലഗംഗാധര തിലക് പഞ്ചാബ് കേസരി, സർദാർ വല്ലഭായ് പട്ടേൽ ഉരുക്കു മനുഷ്യൻ, സരോജിനി നായിഡു ഇന്ത്യയുടെ പൂങ്കുയിൽ. അപ്പൊ അതിൽ തെറ്റായ ജോഡി ഏതാണ്? ബാലഗംഗാധര തിലക് പഞ്ചാബ് കേസരി എന്നല്ല അദ്ദേഹത്തെ അറിയപ്പെടുന്നു. ഓക്കെ, അടുത്തത് 67-ാമത്തെ ചോദ്യം. ഒരു ജീവി ജീവിക്കുന്ന സ്വാഭാവികമായ ചുറ്റുപാടാണ്. ഓപ്ഷൻസ് സമുദായം, സമൂഹം, ആവാസം, ആവാസ വ്യവസ്ഥ. ഒരു ജീവി ജീവിക്കുന്ന സ്വാഭാവികമായ ചുറ്റുപാടിനെ നമ്മൾ എന്ത് പേര് പറയും? ആവാസം എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആൻസർ. അടുത്തത് 68-ാമത്തെ ചോദ്യം. താഴെ തന്നിരിക്കുന്നവയിൽ സാധാരണ സസ്യങ്ങളുടെ വളർച്ചയ്ക്ക് അനുയോജ്യമായ മണ്ണിന്റെ pH എത്രയാണെന്നാണ് ചോദ്യം. 7.5 to 8.5, 8 to 9, 5.5 to 7, 3 to 5. ഏതായിരിക്കും ഉത്തരം വരുന്നത്? 5.5 to 7 ആണ് കറക്റ്റ് ആൻസർ. ഓപ്ഷൻ സി ആണ്. അടുത്തത് 69-ാമത്തെ ചോദ്യം. താഴെ കൊടുത്തിരിക്കുന്ന സംസ്ഥാന തലസ്ഥാനങ്ങളിൽ ശരിയായ ജോഡി ഏത്? 4 സംസ്ഥാനങ്ങളും അവയുടെ തലസ്ഥാനങ്ങൾ തെറ്റിച്ചു കൊടുത്തിട്ടുണ്ട്. അതിൽ ശരിയായ ജോഡി ഏതാണെന്നാണ് ചോദ്യം. നാഗാലാൻഡ് അഗർത്തല, ഛത്തീസ്ഗഡ് റായ്പൂർ, മണിപ്പൂർ റാഞ്ചി, മിസോറാം ഷില്ലോങ്. കറക്റ്റ് ആയിട്ട് വരുന്ന പേർ ഏതാണ്? ഓപ്ഷൻ ബി, ഛത്തീസ്ഗഡ് റായ്പൂർ ആണ്. ഓക്കെ, അടുത്തത് 70-ാമത്തെ ചോദ്യം. പരിസര പഠന ക്ലാസ്സിൽ വസ്ത്രം എന്ന തീമുമായി ബന്ധപ്പെട്ട് വസ്ത്രത്തിന്റെ ചരിത്രം, വിവിധ കാലങ്ങളിൽ അനുയോജ്യമായ വസ്ത്രങ്ങൾ നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന വസ്തുക്കൾ, ചൂട്, തണുപ്പ് എന്നിവയെ വസ്ത്രങ്ങൾ പ്രതിരോധിക്കുന്ന രീതി തുടങ്ങിയ ആശയങ്ങൾ വിനിമയം ചെയ്യുന്നുണ്ട്. പരിസര പഠന പാഠ്യപദ്ധതിയുടെ ഏത് സവിശേഷതയാണ് ഇവിടെ പ്രതിഫലിക്കുന്നത്? അപ്പൊ വസ്ത്രം എന്ന ഒരു ടോപ്പിക്കുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ് പറയുന്നത്. ഓക്കെ, ഓപ്ഷൻസ് വായിക്കാം. പ്രക്രിയാബന്ധിത സമീപനം, ശിശു കേന്ദ്രീകൃത സമീപനം, ഉദ്ഗ്രഥിത സമീപനം, പ്രവർത്തനാധിഷ്ഠിത സമീപനം. ഉത്തരം വരുന്നത് ഏതാണ്? പ്രക്രിയാബന്ധിത സമീപനം, പ്രോസസ് ഓറിയന്റഡ് അപ്രോച്ച് ആണ് ഇവിടെ വരുന്നത്. ഓക്കെ, അടുത്ത 71-ാമത്തെ ചോദ്യം. താഴെ പറയുന്നവയിൽ വ്യക്തമായ കാണ്ഡം ഇല്ലാത്ത സസ്യങ്ങൾ ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഈന്ത്, താമര, ഇഞ്ചി, മോസുകൾ. അത് ആൻസർ വരുന്നത് ഓപ്ഷൻ ഡി, മോസുകൾ എന്നാണ്. ഓക്കെ, 72-ാമത്തെ ചോദ്യം. മരക്കരിയുടെ എന്ത് സവിശേഷതയാണ് മഴവെള്ള സംഭരണിയുടെ വാട്ടർ ഫിൽറ്ററിൽ ഉപയോഗപ്പെടുത്തുന്നത്? സുഷിരങ്ങൾ, കറുപ്പ് നിറം, ആകൃതി, ഭാരക്കുറവ്. ഏതാണ് ഉത്തരം വരുന്നത്? ഓപ്ഷൻ എ, സുഷിരങ്ങളാണ്. ഓക്കെ, 73-ാമത്തെ ചോദ്യം. താഴെ പറയുന്നവയിൽ കാർഷിക ആവശ്യത്തിനുള്ള ഏറ്റവും വലിയ ജലസംഭരണി ഏതെന്നാണ് ചോദ്യം. ഓപ്ഷൻസ് മലമ്പുഴ, പീച്ചി, കല്ലട, പമ്പ. ഉത്തരം വരുന്നത് ഓപ്ഷൻ എ, മലമ്പുഴയാണ്. ഓക്കെ, അടുത്ത 74-ാമത്തെ ചോദ്യം. പ്രൈമറി ക്ലാസ്സുകളിൽ നിരന്തര വിലയിരുത്തലിന് ഉപയോഗപ്പെടുത്തുന്ന 5 പോയിന്റ് ഗ്രേഡിംഗ് ശരിയായ ഗ്രേഡ് പോയിന്റ് ശതമാനം ഏത് എന്നാണ് ചോദ്യം. അപ്പൊ 4 ഓപ്ഷൻസ് കൊടുത്തിട്ടുണ്ട്. അതിൽ ഉത്തരം വരുന്നത് ഓപ്ഷൻ എ ആണ്.
80 മുതൽ 100 വരെ എ ഗ്രേഡ്, 60 മുതൽ 79 വരെ ബി ഗ്രേഡ്, 40 മുതൽ 59 വരെ സി ഗ്രേഡും, 20 മുതൽ 39 മാർക്ക് വരെ ഡി ഗ്രേഡും, 20ൽ താഴെയാണെങ്കിൽ ഇ ഗ്രേഡ് ആയിരിക്കും വരുന്നത്. ഓക്കെ, അതാണ് അവിടുത്തെ ശരിയായ ഉത്തരം, ഓപ്ഷൻ എ ആണ്. അടുത്തത് 75-ാമത്തെ ചോദ്യം. ഭൂമിയിൽ രാത്രിയും പകലും ഉണ്ടാകുന്നതുമായി ബന്ധപ്പെട്ട് തെറ്റായ പ്രസ്താവന ഏത്? സൂര്യപ്രകാശം നേർരേഖയിൽ സഞ്ചരിക്കുന്നു. ഭൂമി ഒരു അർദ്ധധാര്യ വസ്തുവാണ്. സൂര്യപ്രകാശം പതിക്കുന്ന ഭാഗത്ത് പകലും എതിർഭാഗത്ത് രാത്രിയും ഉണ്ടാകുന്നു. ഭൂമി സ്വന്തം അച്ചുതണ്ടിൽ ഭ്രമണം ചെയ്യുന്നു. ഉത്തരം വരുന്നത് ഓപ്ഷൻ ബി ആണ്. ഭൂമി ഒരു അർദ്ധധാര്യ വസ്തുവാണ്. ഓക്കെ, അടുത്ത ചോദ്യം. താഴെ കൊടുത്തിരിക്കുന്ന പ്രസ്താവനകൾ ശാസ്ത്ര വിദ്യാഭ്യാസത്തിന്റെ ഏത് മേഖലയുമായി ബന്ധപ്പെട്ടതാണ്? ശാസ്ത്ര ആശയങ്ങളുടെ ഉദാഹരണങ്ങൾ ദൈനംദിന ജീവിതത്തിൽ നിരീക്ഷിക്കുക. വീട്ടിലെ ഉപകരണങ്ങളുടെ പ്രവർത്തനവുമായി ബന്ധപ്പെട്ട ശാസ്ത്ര ആശയങ്ങളെ കുറിച്ച് ധാരണ ഉണ്ടാക്കൽ. ആഹാരം, ആരോഗ്യം എന്നിവയിൽ ശാസ്ത്രീയമായി ജീവിതശൈലി പിന്തുടരുന്നു. ഓപ്ഷൻസ് ഏതൊക്കെയാണ്? പ്രക്രിയാശേഷി മേഖല, സർഗാത്മക മേഖല, മനോഭാവ മേഖല, പ്രയോഗ മേഖല. പെഡഗോജിയുമായിട്ട് ബന്ധപ്പെട്ട ചോദ്യമാണ്. 76-ാമത്തെ ചോദ്യത്തിന്റെ ഉത്തരം ഏതാണ്? ഓപ്ഷൻ എ, പ്രക്രിയാശേഷി മേഖലയാണ്. ഓക്കെ, 77-ാമത്തെ ചോദ്യം. ലാറ്ററൈറ്റ് മണ്ണിൽ കൂടുതൽ കാണപ്പെടുന്ന മൂലകങ്ങൾ ഏത്? കാൽസ്യം, മഗ്നീഷ്യം, ഇരുമ്പ്, അലൂമിനിയം, നൈട്രജൻ, ഫോസ്ഫറസ്, പൊട്ടാസ്യം, ക്ലോറിൻ. ഏതാണ് ഉത്തരമായിട്ട് വരുന്നത്? ഓപ്ഷൻ ബി, ഇരുമ്പ്, അലൂമിനിയം എന്നിവയാണ് ലാറ്ററൈറ്റ് മണ്ണിൽ കാണപ്പെടുന്ന മൂലകങ്ങൾ. അടുത്തത് 78-ാമത്തെ ചോദ്യം. 3-ാം ക്ലാസ്സിൽ പരിസര പഠന ക്ലാസ്സിൽ ഒരു ചെടിയുടെ വേരാണോ തണ്ടാണോ പ്രധാനം എന്ന പ്രശ്നം അനുഭവപ്പെട്ടാൽ അത് പരിഹരിക്കാൻ ഏറ്റവും അനുയോജ്യമായ പഠന തന്ത്രങ്ങൾ ഏതെന്നാണ് ചോദ്യം. ഓപ്ഷൻസ്: അഭിമുഖം, സംവാദം. ഓപ്ഷൻ ബി, ഗ്രൂപ്പ് ചർച്ച, സംവാദം. ഓപ്ഷൻ സി, ലഘു പരീക്ഷണം, സംവാദം. ഓപ്ഷൻ ഡി, ക്വിസ്, സംവാദം. ഏതാണ് ഉത്തരമായിട്ട് വരുന്നത്? ഓപ്ഷൻ ബി ആണ്, ഗ്രൂപ്പ് ചർച്ച, സംവാദം. ഓക്കെ, അടുത്തത് 79-ാമത്തെ ചോദ്യം. വൈറസ് മൂലം ഉണ്ടാകുന്ന രോഗം. നമ്മൾ കേട്ടിട്ട് EVSന്റെ ഏത് ക്വസ്റ്റ്യൻ പേപ്പർ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റുന്ന ഒരു ചോദ്യമാണ്. ഏതെങ്കിലും ഒരു മൈക്രോ ഓർഗാനിസമായിട്ട് ബന്ധപ്പെട്ട് ഒരു രോഗം ഉറപ്പായിട്ട് ചോദ്യം, അല്ലെ? ഈ ക്വസ്റ്റ്യൻ പേപ്പറിൽ ചോദിച്ചിരിക്കുന്നത് എന്താണ്? വൈറസ് മൂലം ഉണ്ടാകുന്ന രോഗം ഏതാണെന്നാണ്. ഓപ്ഷൻസ് ഏതൊക്കെയാണ്? ടൈഫോയിഡ്, വട്ടച്ചൊറി, ക്ഷയം, ഡെങ്കിപ്പനി. ഉത്തരം വരുന്നത് ഓപ്ഷൻ ഡി, ഡെങ്കിപ്പനിയാണ്. ഓക്കെ, 80-ാമത്തെ ചോദ്യം. ജൈവ മാലിന്യത്തെ കമ്പോസ്റ്റ് ആക്കി മാറ്റാൻ സഹായിക്കുന്ന പ്രക്രിയ? റീസൈക്കിൾ, റിപ്പയർ, റോട്ട്, റീയൂസ്. ഏതാണ്? റോട്ടാണ് ഉത്തരമായിട്ട് വരുന്നത്. ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആൻസർ. അടുത്തത് 81-ാമത്തെ ചോദ്യം. താഴെ പറയുന്നവയിൽ ഉഭയജീവി ഏത്? ഓക്കെ, ആംഫിബിയൻ ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. സാലമാണ്ടർ, മുതല, ആമ, മണ്ണിര. ഏതാണ്? സാലമാണ്ടർ ആണ് ഇതിനകത്ത് ഉഭയജീവിയായിട്ട് വരുന്നത്. ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആൻസർ. അടുത്ത 82-ാമത്തെ ചോദ്യം. ടീച്ചിങ് മാനുവലിലെ പ്രതിഫലനാത്മക കുറിപ്പ് എന്തിനെയെല്ലാം വിലയിരുത്തുന്നു? ടീച്ചർ, ടീച്ചർ പഠിതാവ്, ടീച്ചർ പഠിതാവ് പഠനതന്ത്രങ്ങൾ, പഠിതാവ്. ഉത്തരം വരുന്നത് ഓപ്ഷൻ സി ആണ്, ടീച്ചർ പഠിതാവ് പഠനതന്ത്രങ്ങൾ. ഓക്കെ, അടുത്തത് 83-ാമത്തെ ചോദ്യം. എന്താണ് പരികൽപ്പന? മുന്നറിവിന്റെ അടിസ്ഥാനത്തിലുള്ള പ്രാഥമിക നിഗമനം, ദത്തങ്ങൾ വ്യാഖ്യാനിച്ച് എത്തിച്ചേരുന്ന നിഗമനം, ശരിയാണെന്ന് തെളിയിക്കപ്പെട്ട നിഗമനം, തെറ്റാണെന്ന് തെളിയിക്കപ്പെട്ട നിഗമനം. അതിൽ ആൻസർ വരുന്ന ഏതാണ്? ഓപ്ഷൻ എ ആണ്, മുന്നറിവിന്റെ അടിസ്ഥാനത്തിലുള്ള പ്രാഥമിക നിഗമനമാണ് ശരിയായിട്ടുള്ള ആൻസർ. അടുത്തത് 84-ാമത്തെ ചോദ്യം. ജൈവ വൈവിധ്യവുമായി ബന്ധപ്പെട്ട് PBRന്റെ പൂർണ്ണ രൂപം എന്ത്? പീപ്പിൾസ് ബയോഡൈവേഴ്സിറ്റി രജിസ്റ്റർ, പഞ്ചായത്ത് ബയോഡൈവേഴ്സിറ്റി രജിസ്റ്റർ, പ്രിൻസിപ്പൽ ബയോഡൈവേഴ്സിറ്റി രജിസ്റ്റർ, പബ്ലിക് ബയോഡൈവേഴ്സിറ്റി രജിസ്റ്റർ. ഉത്തരം വരുന്ന ഓപ്ഷൻ എ ആണ്, പീപ്പിൾസ് ബയോഡൈവേഴ്സിറ്റി രജിസ്റ്റർ എന്നാണ് കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത്. അടുത്തത് 85-ാമത്തെ ചോദ്യം. പോളികൾച്ചർ എന്നാൽ എന്ത്? ഒരു സ്ഥലത്ത് വ്യത്യസ്ത വളങ്ങൾ ഉപയോഗപ്പെടുത്തുന്ന കൃഷിരീതി, ഒരു സ്ഥലത്ത് ഒരേ സമയം ഒരു വിള മാത്രം കൃഷി ചെയ്യുന്ന രീതി, ഒരേ സമയം ഒരേ സ്ഥലത്ത് പലതരം വിളകൾ ഒരുമിച്ച് കൃഷി ചെയ്യുന്ന രീതി, ഒരു സ്ഥലത്ത് ഒരേ തരം വളം മാത്രം ഉപയോഗപ്പെടുത്തുന്ന കൃഷിരീതി. ഏതാണ് ശരിയായിട്ടുള്ള ഉത്തരവായിട്ട് വരുന്നത്? ഓപ്ഷൻ സി ആണ്, ഒരേ സമയം ഒരേ സ്ഥലത്ത് പലതരം വിളകൾ ഒരുമിച്ച് കൃഷി ചെയ്യുന്ന രീതിക്കാണ് നമ്മൾ പോളികൾച്ചർ എന്ന് പറയുന്നത്. അടുത്തത് 86-ാമത്തെ ചോദ്യം. പ്രകൃതിയില്ലാ രോഗം കുട്ടികളിൽ എന്ന ആശയം മുന്നോട്ട് വെച്ച എഴുത്തുകാരൻ ആര്? സ്റ്റീഫൻ ഹോക്കിൻസ്, റിച്ചാർഡ് ലൂവ്, ഗാന്ധിജി, രവീന്ദ്രനാഥ ടാഗോർ. ആരാണ് ഉത്തരം വരുന്നത്? ഓപ്ഷൻ ബി ആണ്, റിച്ചാർഡ് ലൂവ് ആണ്. ഓക്കെ, അടുത്തത് 87-ാമത്തെ ചോദ്യം. ആഗോള താപനത്തിന് കാരണമായ ഹരിതഗൃഹവാതകങ്ങളുടെ ശരിയായ കൂട്ടം ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. മീഥെയ്ൻ, ആർഗൺ, ഓക്സിജൻ. ഓപ്ഷൻ എ ആയിട്ട് വരും. ഓപ്ഷൻ ബി, ക്ലോറോഫ്ലൂറോ കാർബൺ, നൈട്രജൻ, നീരാവി. ഓപ്ഷൻ സി, കാർബൺ ഡൈ ഓക്സൈഡ്, മീഥെയ്ൻ, നൈട്രസ് ഓക്സൈഡ്. ഓപ്ഷൻ ഡി, കാർബൺ ഡൈ ഓക്സൈഡ്, ഓക്സിജൻ, നൈട്രജൻ. ഏതാണ് ശരി ഉത്തരമായിട്ട് വരുന്നത്? ഓപ്ഷൻ സി ആണ്, അല്ലെ?
കാർബൺ ഡൈ ഓക്സൈഡ്, മീഥൈന്, നൈട്രസ് ഓക്സൈഡ്. ഓക്കെ. അടുത്തത് 88ാമത്തെ ചോദ്യം. സാമൂഹിക വൈകാരിക മേഖലയിലെ വിലയിരുത്തലുമായി ബന്ധമില്ലാത്ത നൈപുണി ഏത് എന്നാണ് ചോദ്യം. ആശയവിനിമയ ശേഷി, തീരുമാനമെടുക്കൽ, ദത്തങ്ങൾ വ്യാഖ്യാനിക്കൽ, സർഗാത്മക ശേഷി. ഉത്തരം വരുന്നത് ഓപ്ഷൻ സി ആണ്, ദത്തങ്ങൾ വ്യാഖ്യാനിക്കൽ. അടുത്തത് 89ാമത്തെ ചോദ്യം. അടിയന്തര ഘട്ടങ്ങളിൽ ആംബുലൻസ് സേവനം ലഭിക്കാൻ ഉപയോഗിക്കേണ്ട നമ്പർ ഏത്? 101, 100, 10, 98, 102. അപ്പൊ ആംബുലൻസുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ ഉപയോഗിക്കേണ്ട നമ്പർ ഏതാണ്? 101 ആണ്. ഓക്കെ. 89ാമത്തെ ചോദ്യത്തിന്റെ ഉത്തരം ഓപ്ഷൻ എ ആണ്. അങ്ങനെ നമ്മുടെ ലാസ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് എത്തിയിരിക്കുകയാണ്. താഴെ പറയുന്നവയിൽ അന്നജം കൂടുതൽ അടങ്ങിയ വിള ഏത് എന്നാണ് ചോദ്യം. ചേമ്പ്, പയർ, ചീര, വെണ്ട. ഉത്തരം വരുന്ന ഏതാണ്? ഓപ്ഷൻ എ, ചേമ്പ്. ഇത്രയും ഒരു 30 ചോദ്യങ്ങളാണ് നമ്മൾ ഇവിടെ ആൻസർ പറഞ്ഞത്. അപ്പൊ എല്ലാവരും നിങ്ങളുടെ ഈ ആൻസർ കീ നോക്കിയിട്ട് നിങ്ങളുടെ മാർക്ക് ഒന്ന് കാൽക്കുലേറ്റ് ചെയ്തിട്ട് പറയും. ഓക്കെ. അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം. ഓക്കെ, താങ്ക്